അടുത്ത് പള്ളി കണ്ട് ഇവിടെയൊക്കെ നോക്കാം കുറേ കുപ്പികൾ ഇങ്ങനെ വെച്ചാൽ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വെച്ചാൽ നമ്മളങ്ങനെ 5 റോഡിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഓഫ് റോഡിങ്ങിന് വന്നിട്ടായിരുന്നു. അപ്പോൾ ഓഫ് റോഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്പുറത്തുനിന്ന് ഓഫ് റോഡിങ്ങൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു ഇതുണ്ട്, ഫാക്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് തേയിലേൻ്റെ. അപ്പോൾ നമ്മൾ ആ ഫാക്ടറി പിന്നെ ഇവിടുത്തെ ഈ 5 റോഡത്തെ കാഴ്ചകൾ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് അങ്ങനെ കാണിക്കാൻ പോകുന്നത്. നമുക്ക് നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും കിട്ടിയില്ല. ഓഫ് റോഡിങ്ങിലെ ട്രാക്ക് നമുക്ക് ശരിക്കും കിട്ടിയില്ല. അപ്പോൾ നമ്മളങ്ങനെ ഓഫ് റോഡിങ്ങിൻ്റെ അറിയും പിന്നെ ഇവിടുത്തെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി സ്ഥലമാണ് കണ്ടോ. അവിടെയാണ് ഇതാണ് ബോച്ചൻ്റെ 1000 ഏക്കേഴ്സ്. പിന്നെ അവിടെയാണ് മറ്റേ വലിയൊരു ഊനാല കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പുതിയതായിട്ട് അവിടെ ഈ ഗ്ലാസ് ബ്രിഡ്ജ് കാര്യങ്ങളൊക്കെ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ ഈ ഹോം സ്റ്റേ പോലത്തെ ഇതില്ലേ, ഓരോ ടെൻറ്റ് പോലെയൊക്കെ ആ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഒടുക്കത്തെ വെയിലാണ്, നല്ല വെയിലുണ്ട്. അതുകൊണ്ട് ഇവിടെയൊക്കെ എമ്മാടി വിളിയൊക്കെ അവിടെ സൈക്ലിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്, സിപ്ലൈൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ആയിട്ട്. ഫാക്ടറിക്ക് കുറച്ചും കൂടി ദൂരമുണ്ട്. അവിടെ കാണാനൊക്കെ തുടങ്ങി തോന്നിയത്. അവിടെ നല്ല പുകയൊക്കെ പോകുന്നുണ്ട്, ഫാക്ടറീൻ്റെ പുക തന്നെ ആയിരിക്കും. അതുകൊണ്ട് അവിടുത്തെ മലകൾ കാര്യങ്ങളൊക്കെ നോക്കാം, എമ്മാടി പൊളിയാണ്. ഈ സൈഡിൽ ഫുള്ളും ഇങ്ങനെ കമ്പിവേലിയും കൊണ്ട് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ആൾക്കാരൊന്നും കിടക്കാൻ പാടില്ലാത്ത. പക്ഷെ ഇപ്പുറത്തെ ഭാഗത്ത് കുഴപ്പമൊന്നുമില്ല. ഒരു ഭാഗത്ത് അങ്ങനെ വേലി കാര്യങ്ങളൊന്നും കെട്ടിയില്ല. സൈക്കിൾ ബ്രേക്കിൻ്റെ ചെറിയൊരു ഒച്ചയുണ്ട്, ആണ് ഈ കരാർട്ട്. എന്താ ഫാക്ടറിയിൽ നിന്നാണ് പുക പോണത്. അടുത്ത മല കാര്യങ്ങളൊക്കെ അടിപൊളി നോക്കാം. എന്നുവെച്ചാൽ നമ്മൾ സൈക്കിൾ ഇപ്പോൾ പോയിക്കൊണ്ടൊക്കെയാണ്. നമുക്കത് ശരിക്കും നല്ല കണ്ടൻറ്റ് കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയില്ല. ഓഫ് റോഡിങ് ട്രാക്കുകൾ മറ്റേ കുറവാണ്, ഒടുക്കത്തെ വെയിലും. ഇപ്പോൾ ഫുള്ളും ഇങ്ങനെ വെയിൽ കിട്ടിയില്ല കേട്ടോ. അങ്ങനെ ഫാക്ടറിയൊക്കെ നല്ല കാണിച്ചു തരാം കുറച്ചടുത്ത് പോയിട്ട്. പക്ഷേ ഇത്രയും നേരം നമ്മൾ നല്ല വെയിലായിരുന്നു. ഇവിടെ ഒരു മരം കിട്ടിയിട്ട് കുറച്ചേരം നിന്ന് ഞാൻ കുറച്ച് അവിടെ പോയിട്ട് ഫാക്ടറി കാണിച്ചു തരാം കേട്ടോ. കണ്ട് ഇവിടെ നല്ലൊരു പാലം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നല്ല കുളിക്കാൻ പറ്റിയ സ്ഥലം കിട്ടാം സാറേ. നല്ല പാലം കാര്യമൊക്കെ ഉണ്ട്. ഇവിടെ നല്ല പാറം പറ്റി മീനുകളൊക്കെ ഉണ്ട്. പാലത്തിലൊക്കെ നല്ല പെയിൻ്റ് അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിവിടെ ബൈക്കിൻ്റെ റൈഡ് എന്തോ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി പെയിൻ്റൊക്കെ അടിച്ച് കാര്യങ്ങളൊക്കെ സെറ്റാക്കി തോന്നുന്നു. പിന്നെ അവിടെയൊക്കെ നല്ല തിരക്കുണ്ട് പോലെയൊക്കെ നല്ല തോന്നുന്നുണ്ട്. അവിടെയൊക്കെ നല്ല കുളിക്കാം. കിട്ടില്ല സ്ഥലട്ടത്. ഞാൻ ഈ ഭാഗത്തേക്ക് അധികം അങ്ങനെ വന്നിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ നമ്മൾ നിൽക്കുക നോക്കാം. അവിടെ ആ ഭാഗത്തായിട്ട് നല്ല പള്ളി കാര്യങ്ങളൊക്കെ ഉണ്ട്. മദർസ ഒന്നാണ് കാണുന്നത്. എന്താ കാണാണ് പള്ളി. 12 മണി ആയതിൻ്റെ തോന്നണേ. അവിടെ കാട്ടിൽ അല്ലറാനി പോലെ വച്ച വെച്ചിരിക്കണേ. ഇത് ചൂരവൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വർക്കാവില്ല കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയോ കേട്ടോ. ഒടുക്കത്തെ വെയിൽ പറഞ്ഞാൽ ഒടുക്കത്തെ വെയിൽ. ഇവിടെ നിന്നാണ് അങ്ങോട്ട് ഫാക്ടറി. ശരിക്കും അവിടുത്തെ കാണിച്ചു തരാൻ. എന്നുവെച്ചാൽ ഇവിടെ പുഴയ്ക്ക് ഇറങ്ങാൻ നല്ല വഴിയുണ്ട്. എന്ത് കൂടെ വെച്ചിരിക്കണേ നോക്കി. പുഴൻ്റെ ഈ ഭാഗത്തായിട്ട് പട്ടിക്കൂടാണ്. അവിടെ അത്യാവശ്യം കുളിക്കാൻ പറ്റിയ സ്ഥലമൊക്കെയാണത്.
കുറച്ച് ഈ ഭാഗത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട് കാണിച്ചത്. എൻ്റെ ഇവിടുത്തെ നല്ല പാറം പറ്റി അതൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ ശരിക്കും കാണില്ല വെള്ളം ആഴുണ്ടോന്നൊന്നും. നല്ല കുളിക്കാൻ പറ്റും തോന്നുന്നു. കുറച്ച് അപ്പുറത്ത് പോയിട്ട് ആ വെള്ളം നല്ല ഒഴുകണമെന്ന് കാണിച്ചു തരാം കേട്ടോ. വലിയ ആഴം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ. ചാടി കുളിക്കാനൊന്നും ഇതിൽ പറ്റൂല അങ്ങനെ. ഇവിടെ നോക്കാം സാറേ, ആ വെള്ളം ഒഴുകണ മടിയുള്ളൂ. അത് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നല്ല വെയിൽ. ഇപ്പോഴൊക്കെ ഇവിടെ കുളിക്കണം വെച്ചാറേ. ഇവിടെ ഉണ്ടോ എമ്മടിയിലേക്കാ. അതിന് തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് പള്ളി കാര്യങ്ങളുണ്ട്. പള്ളി അതിന് തൊട്ടപ്പുറത്ത് തന്നെ ആയിട്ട് മദർസൊക്കെ ഉണ്ട് എന്നുവെച്ചാൽ. ഇനി നമ്മൾ ആ ഫാക്ടറി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. കുറച്ച് അങ്ങോട്ട് പോകണം. ഇപ്പോഴേ ഈ ഭാഗത്തായിട്ട് പട്ടിക്കൂട് വന്ന് ഈ ഭാഗത്തായിട്ട് കൂടൊക്കെ വെച്ചിക്കണം. നമുക്കിനി അങ്ങോട്ട് അവിടെ ഗേറ്റ് ഉണ്ടപ്പോൾ അച്ഛൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇവിടെ ഗേറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ. ഗേറ്റ് ഉണ്ട്, അത് കൂട്ടിയിട്ടൊന്നുമില്ല. ഇവിടെ വലിയൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. വെച്ചാൽ ഇവിടെ ബോച്ച് 1000 ഏക്കർ വർത്തി ഇവിടെ വലിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കണ്ടോ, ബോച്ചിൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ആൻഡ് ഇതിന് താഴെ തന്നെ നല്ല അപ്പോഴാണ് ഇവിടെ അങ്ങനെ ഉള്ളത്. ഇതാണ് ഫാക്ടറി. ഞാൻ കുറച്ച് അവിടെ നിന്ന് കാണിച്ചാൽ ശരിക്കും കാണില്ലത്. വെളിച്ചം ഇങ്ങനെ അടിക്കണ പോലെ ശരിക്കും അവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഫാക്ടറി. അത്യാവശ്യം നല്ല വലിയ ഫാക്ടറി ആട്ടോ. നമ്മൾ ചൂരമലത്തെ ഫാക്ടറിയും കാട്ടിയോ നല്ല വലിയ ഫാക്ടറിയാണ് ഈ കാണുന്നത്. ഇതൊക്കെയാണ് ഇവിടെയൊക്കെ ഈ മാനേജർമാരിൻ്റെയൊക്കെ ഇത് അതിൽ നിൽക്കുന്ന സ്ഥലം. അങ്ങനെ അവരുടെ ക്വാർട്ടേഴ്സ് കാര്യങ്ങളൊക്കെ ആയിപ്പോൾ കണ്ട വലിയൊരു ഫാക്ടറിയാണ് വരുന്നത് ഇവിടെ. ചെറിയ നമുക്ക് കുറച്ച് അപ്പുറത്തേക്ക് പോയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ തന്നെ ശരിക്കും ഫാക്ടറി നല്ല കാണും. ഫാക്ടറി കാണുന്നുണ്ടോ ഇവിടുന്ന് ശരിക്കും? ഈ വയറ്റായിട്ട് ഞാൻ കാണിച്ചു തരാം ഫാക്ടറി. ഇവിടെ നല്ല ശരിക്കും കാണും കേട്ടോ. നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ആ ചായപ്പൊടീൻ്റെ ആ നല്ല സ്മെല്ലും കിട്ടും. ചായ പൊടിക്കുമ്പോൾ ഇല്ലേ ഉണങ്ങിയിട്ടില്ല ആ സ്മെല്ലൊക്കെ നല്ല ഇവിടെ തന്നെ നല്ല സ്മെല്ല് കിട്ടുന്നുണ്ട്. പിന്നെ ഈ മരത്തിലൊക്കെ ഫുള്ള് കുപ്പിയൊക്കെ കെട്ടിച്ച് കണ്ടോ. കണ്ട് ഇവിടെയൊക്കെ നോക്കാം കുറേ കുപ്പികൾ ഇങ്ങനെ കെട്ടിച്ചിട്ടുണ്ട്. മരമൊക്കെ ഉണങ്ങിപ്പോയി തോന്നണേ. ഇലയുടെ കാര്യങ്ങളൊന്നുമില്ല. നമുക്കിനി കുറച്ച് അപ്പുറത്ത് ആ വഴിയൊക്കെ ഒന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. വെച്ചാൽ ഇവിടെ നിന്നാണ് ഇവിടെ വലിയൊരു ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ബോച്ചൻ്റെ വലിയൊരു വണ്ടിയില്ലേ ആ വണ്ടിയൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഡ്രിഫ്റ്റ് അടിക്കുന്ന വീഡിയോയൊക്കെ നമ്മൾ ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഈ ഗ്രൗണ്ടാണ്. ബോച്ചൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ട്. ഇത് ഇന്ന് പരിപാടിയൊക്കെ ഉണ്ടായതാണ്. ഫുള്ള് അലങ്കോലമായി കിടക്കുന്നുണ്ട്. ഫുള്ള് പ്ലാസ്റ്റിക് കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കാം.
അതുകൊണ്ട് അവിടെയാണ് ബോച്ചൻ്റെ ബബിൾ റിസോർട്ട് വരുന്നത്. അവിടെ ആയിട്ട് കാണുന്നുണ്ടോ, അതാണ് ബബിൾ റിസോർട്ട്. അത് ഇപ്പുറത്തെ സൈഡും അപ്പുറത്തെ സൈഡൊക്കെ കുറേ ബബിൾ റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഭാഗം ഫുള്ള് ആ ലൈന് ഫുള്ളും ഇങ്ങനെ ടെൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്. ഇതാന്ന് തോന്നുന്നത് ആ മേലോട്ട് പോണ വഴി, ബോച്ചൻ്റെ അങ്ങോട്ട് പോണത്. പിന്നെ ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടെ ആ വഴിക്കൊക്കെ ഉള്ളത് പാടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് അങ്ങോട്ടൊന്നും പോകണില്ല, ഇനി അപ്പുറത്തെ ഭാഗത്തോട്ട് പോവാം. അപ്പോൾ അവിടെ ആയിട്ട് അങ്കലവാടി തോന്നണത്, അങ്കലവാടിയൊക്കെ ഉണ്ട്. പിന്നെ ഇത് ചെടികളൊക്കെ എന്തൊക്കെ വളർത്തുന്നത്, ചെടികളൊക്കെ നടുന്നത്. ഇത് എന്ത് ചെടിയാണെന്ന് അറിയില്ലല്ലോ, മണി പ്ലാന്റ് പോലെയൊക്കെ ഉണ്ട്. ഉണ്ടോ, മണി പ്ലാന്റ് പോലെ ഉണ്ട് സാധനം. മണി പ്ലാന്റിൻ്റെ വേറെ ഏതോ വെറൈറ്റി ആണോ അങ്ങനെ. പിന്നെ അപ്പുറത്ത് അമ്പലം ഉണ്ട് കേട്ടോ, ഇത് തൊട്ടപ്പുറത്ത് തന്നെ ഒരു അമ്പലമുണ്ട്. ഉണ്ട്, ഇത് കുറച്ച് കയറ്റാണ്, എവിടെ വരെ പോകുമെന്നറിയില്ല. പിന്നെ അതിൻ്റെ അവിടെ എത്തി നല്ല വെള്ളമൊക്കെ നല്ല ഒഴുകുണ്ട്, ഇവിടെ ചെറിയ തോടുണ്ട്. മോട്ടറൊക്കെ ഉണ്ടോ അങ്ങനെ, മോട്ടർ അടിക്കുന്നുണ്ട്, മോട്ടറോ അങ്ങനെ എന്താണെന്ന്. അവിടെ മരുന്നടിക്കണം വെച്ചാൽ മോട്ടറിൽ. ഈ ഭാഗത്തൊക്കെ ആയിട്ട് കുറേ വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ചിലപ്പോൾ നേരത്തെ ആ വഴി താഴത്തെ വഴി കൂടിയാണ് വന്നത്. ഈ മേലത്തെ ഒരു വഴിയുണ്ട്, അത് കൂടെ അങ്ങനെ നമ്മളങ്ങനെ വന്നിരിക്കുകയാണ്. ഒടുക്കത്തെ വെയിലാണ്, ഒടുക്കത്തെ വെയിൽ. ആകെ കുടുങ്ങിയിരിക്കുകയാണ്. നമ്മളങ്ങനെ നല്ല തണുത്ത കുപ്പി വെള്ളം ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട്. ഒരു മരങ്ങൾ കാര്യമൊന്നുമില്ല, തണലത്തൊന്നും ഇരിക്കാറുണ്ട്. കണ്ടോ, ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാര്യങ്ങളൊക്കെയാണ് കാണിച്ചു തരാം. നമ്മൾ പോയത് ആ ഫാക്ടറിക്കാണ്, ഇപ്പോൾ ആ ഭാഗത്തോട്ടാണ് നമ്മൾ പോയത്. പിന്നെ നമ്മളപ്പുറത്ത് കൂടെ ഒരു വഴിയുണ്ട് മേപ്പാടി പോണത്, പക്ഷെ അതിൽ കൂടെ കുറച്ച് ടാസ്ക്കാണ് പോണത്. അപ്പോൾ ഈ വഴി നമ്മൾ പോയിട്ടില്ല, അതുകൊണ്ട് ഈ വഴി കൂടെ ഒന്ന് പോയി നോക്കാമെന്ന്. പക്ഷേ ഇവിടെ ഒടുക്കത്തെ കയറ്റം, നല്ല വെയിലുമാണ്. പോയി നോക്കിയത് എളുപ്പമാവുമെന്ന് അറിയില്ല. അവിടെ ആ ചേച്ചിനെ ചോദിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഈ കൂടെ പോകണതാണ് കുറച്ചും കൂടി അടുത്തെന്ന് പറഞ്ഞത്. മേപ്പാടിക്കൊക്കെ ഉണ്ടോ, എമ്മാണ്ടിയുള്ളി വ്യൂ ഉള്ള സ്പോട്ടാണ്. വെച്ചാൽ നമ്മളങ്ങനെ ആ വഴി അങ്ങനെ കയറി വന്നിരിക്കുകയാണ്. ഇവിടുത്തെ നല്ലൊരു തണൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒടുക്കത്തെ ഇല്ല, കുറച്ച് വെള്ളം നോക്കട്ടെ. തണുത്ത വെള്ളം കേട്ടോ, ഒടുക്കത്തെ വെയിലും. പക്ഷേ അപ്പോൾ അഞ്ചിലോടത്തെ കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. ഒടുക്കത്തെ വെയിലാണ്, ആകെ സീനായിക്കണേ. അപ്പോൾ എന്തായാലും ഇവിടുത്തെ അഞ്ചിലോടത്തെ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ചെയ്ത് നാമത്തെ അടുത്ത വീഡിയോ എനിക്ക് നോട്ടിഫിക്കേഷൻ അയക്കുന്നതായിരിക്കും. അടുത്തൊരു നല്ല വീഡിയോ വീണ്ടും കാണാം.